ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നു. അത് യഹോവ കേട്ടു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും സർവവ്യാപിയും സർവലോക സൃഷ്ടിതാവുമായ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുവെന്ന് നാം ഓർക്കാറില്ല. ഭൂമിയിലെ രാജാക്കന്മാരുടെയും ജേതാക്കന്മാരുടെയും പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുന്നവരുടെയും ദൈവത്തിന്റെ അധികാരം പേറുന്നവരുടെയും സാമാന്യ ജനത്തിന്റെയും എല്ലാം വാക്കുകൾ അത്യുന്നതനായ ദൈവം ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള അനേക സംഭവങ്ങൾ തിരുവചനം ചൂണ്ടിക്കാട്ടുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ ആദർശങ്ങളുമായി യോജിക്കാത്ത ദൈവത്തിന്റെ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ ദാസന്മാരെയും താറടിച്ച് സംസാരിക്കുകയും തരം താഴ്ത്തുന്ന കിംവദന്തികളാൽ വെട്ടിനിരത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ പോലും ദൈവം കഠിനമായി ശിക്ഷിക്കുമെന്ന് പ്രവാചികയായ മിരിയാമിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം മുഖാമുഖമായി സംസാരിച്ചുകൊണ്ടിരുന്ന തന്റെ ദാസനായ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതിനെ വിമർശിച്ച് അവന്റെ സഹോദരിയും പ്രവാചികയുമായ മിരിയാമും സഹോദരനും ദൈവത്തിന്റെ മഹാപുരോഹിതനുമായ അഹരോനും സംസാരിച്ചത് മോശ കേട്ടില്ലായിരുന്നു. പക്ഷേ യഹോവ അത് കേട്ടു. ഉടൻ അവരെ മൂവരെയും സമാഗമന കൂടാരത്തിങ്കൽ വിളിച്ചുവരുത്തി മിരിയാമിനോടും അഹരോനോടും ചോദിക്കുന്നത്, നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കുവാൻ ഭയപ്പെടാതിരുന്നത് എന്ത് എന്നാണ്. സംഖ്യ 12:8. അവരുടെ മേൽ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. മോശയുടെ സഹോദരിയായിരുന്നിട്ടും അവനെതിരെ സംസാരിച്ച പരിശുദ്ധാത്മാവിൽ പ്രശോഭിച്ചിരുന്ന പ്രവാചികയായ മിരിയാമിനെ യഹോവ കുഷ്ഠരോഗം കൊണ്ട് ശിക്ഷിച്ചു. ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് ചില ആത്മീയ പദവികളോ കൃപകളോ നൽകിയിരിക്കുന്നതുകൊണ്ട് ദൈവവിളി കേട്ടിറങ്ങിത്തിരിച്ച് ദൈവത്തിന്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ നീ വിമർശിക്കാറുണ്ടോ? ദൈവത്തിന്റെ ശുശ്രൂഷകളെ നീ നിന്ദിക്കാറുണ്ടോ? ദൈവത്തിന്റെ പ്രവാചികയായ മിരിയാം തന്റെ സ്വന്തം സഹോദരനെതിരെ നാവ് ഉയർത്തിയപ്പോൾ ലഭിച്ചത് കുഷ്ഠമാണെന്ന് നീ ഓർക്കുമോ? ഇനിമേൽ ദൈവത്തിന്റെ ശുശ്രൂഷകളെയോ ശുശ്രൂഷക്കാരെയോ വിമർശിക്കുകയില്ലെന്ന് നീ ഇപ്പോൾ തീരുമാനിക്കുമോ? നന്മ മാത്രം, എന്നും നന്മ മാത്രം. തിന്മയായതൊന്നും എൻ ദൈവം ചെയ്യുകയില്ല. തിന്മയായതൊന്നും എൻ ദൈവം ചെയ്യുകയില്ല. പരീക്ഷകൾ നേരിടുമ്പോൾ തിന്മയെന്ന് തോന്നിടും. പരീക്ഷകൾ ജയിച്ചിടുമ്പോൾ നന്മകൾ തെളിഞ്ഞിടും. പരീക്ഷകൾ നേരിടുമ്പോൾ തിന്മയെന്ന് തോന്നിടും. പരീക്ഷകൾ ജയിച്ചിടുമ്പോൾ നന്മകൾ തെളിഞ്ഞിടും. നന്മ മാത്രം, എന്നും നന്മ മാത്രം. തിന്മയായതൊന്നും എൻ ദൈവം ചെയ്യുകയില്ല. തിന്മയായതൊന്നും എൻ ദൈവം ചെയ്യുകയില്ല.